ഇന്ത്യയിലെ ജാതി സമവാക്യങ്ങളും രാഷ്ട്രീയ ചലനങ്ങളും നിരന്തരം പരീക്ഷണത്തിന് വിധേയമാകുന്ന ഒരു പരീക്ഷണശാലയാണ് ബീഹാർ രാഷ്ട്രീയം എന്ന് പറയുന്നത്. 2020 തിരഞ്ഞെടുപ്പിന് ശേഷം ഭരിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നിട്ട് കൂടി തേജസ്വി യാദവിന് ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും JDUവിന് ഭരണം പിടിച്ചെടുക്കാൻ കഴിയുകയും ചെയ്തതും ഇത്തരം ഒരു രാഷ്ട്രീയ സമവാക്യത്തിന് പുറത്താണ്. അടുത്ത തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് ബീഹാറിൽ വീണ്ടും രാഷ്ട്രീയ ചർച്ചകൾ സജീവമാകുന്നുണ്ട്. ബീഹാറിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. നിലവിൽ 243 സീറ്റുകളാണ് ബീഹാറിലുള്ളത്. അതിൽ പ്രധാനമായിട്ടും ഭരണം കൈയാളുന്ന മഹാസഖ്യത്തിൻ്റെ നില തന്നെ നോക്കാം. RJDക്ക് 79 സീറ്റുണ്ട്. അതായത് സത്യത്തിൽ ഭരിക്കാൻ പ്രാപ്തരായി നിൽക്കുന്നത് RJD തന്നെയാണ്. പക്ഷേ ഒരു ഭരണം നിലനിർത്തുക അല്ലെങ്കിൽ BJP ഇതര സർക്കാർ രൂപീകരിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. മഹാസഖ്യത്തിൻ്റെ ലക്ഷ്യം അതായതുകൊണ്ട് തന്നെ JDUവിന് ഭരണം വിട്ടു നൽകി. കോൺഗ്രസ്, CPI ML, CPI, CPM എന്നീ സഖ്യത്തിൻ്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് നിലവിൽ മഹാസഖ്യം അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറുപക്ഷത്തുള്ളത് BJP നേതൃത്വം നൽകുന്ന NDA സഖ്യം തന്നെയാണ്. BJPക്കൊപ്പം HAM ഉണ്ട്. ബീഹാർ ഭരിക്കാൻ വേണ്ടത് 122 സീറ്റിൻ്റെ ബലമാണ്. അത് JDUവിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ മഹാസഖ്യത്തിന് സാധ്യമാകില്ല എന്നത് തന്നെയാണ് വസ്തുത. കാരണം JDU ഇല്ലാതെ മഹാസഖ്യത്തിന് ലഭിക്കുന്നത് 114 സീറ്റ് മാത്രമാണ്. ഈ ഒരു മുന്നണിയിലും ഇല്ലാതെ നിൽക്കുന്ന രണ്ടുപേരെ കൂടെ ചേർത്ത് പിടിച്ചാൽ പോലും അതിന് കേവല ഭൂരിപക്ഷത്തിൻ്റെ അടുത്ത് പോലും എത്താൻ കഴിയില്ല. പിന്നെയുള്ള ഒരു സാധ്യത എന്ന് പറയുന്ന നിലവിൽ NDAയുടെ കൂടെ നിൽക്കുന്ന HAMനെ, ജിതിൻ റാം മാഞ്ചിയുടെ HAMനെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. അത് അസാധ്യമാണ് എന്ന് പറയുമെങ്കിലും മന്ത്രിസ്ഥാനമോ ഉപമുഖ്യമന്ത്രി സ്ഥാനമോ എല്ലാം വാഗ്ദാനം ചെയ്ത് ഒരുപക്ഷെ മഹാസഖ്യത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയുമായിരിക്കും. 2025 വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് മുമ്പ് ബീഹാറിൽ ഒരു തിരഞ്ഞെടുപ്പിനെ കളമൊരുക്കുക എന്നത് തന്നെയാണ് BJP കാണുന്ന പ്രധാന രാഷ്ട്രീയ തന്ത്രം. ഇതിന് അവർക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർപ്പൂരി താക്കൂറിൻ്റെ ഭാരത് രത്നയാണ്. മരണാനന്തരം അദ്ദേഹത്തിന് ആ ബഹുമതി കൊടുത്തതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. അത് ന്യൂനപക്ഷത്തെ, ദളിതരെ പ്രീണിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ്. മാത്രമല്ല സമീപത്ത് കിടക്കുന്ന അയോധ്യയും അതിന് ചുക്കാൻ പിടിക്കുന്ന ഒരു വിത്താകും എന്നത് ഉറപ്പാണ്. ഇതിനെല്ലാം പുറമെയാണ് JDUവിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഭയം. രാജീവ് രഞ്ജൻ സിംഗ് JDUവിനെ പിളർത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇതിന് പിന്നിൽ RJDയുടെ കൈകളാണ് എന്ന നിതിൻ്റെ ചിന്താഗതിയാണ് ഈ പ്രശ്നങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. പക്ഷേ എന്തെല്ലാം സംഭവിച്ചാലും അധികാരത്തിൻ്റെ കസേരയിൽ ഇരിക്കുകയും രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ഒരു എതിരാളി ഇല്ല എന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പക്കാ പൊളിറ്റീഷ്യനാണ് നിതിൻ. ഒരുപക്ഷെ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ തന്നെ ബീഹാർ ഒരു നിയമസഭാ ഇലക്ഷന് സാക്ഷിയായേക്കാം, വേദിയായേക്കാം.